ഏറ്റുമാനുള്ള NDA സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥിയാണ്. വീണ നായരുടെ പേര് പട്ടികയിലില്ല എന്നുള്ളതാണ്, വോട്ടർ പട്ടികയിലില്ല എന്നുള്ളത്. ഇപ്പോൾ വീണ നായർക്കൊപ്പം നമ്മുടെ പ്രതിനിധി ടോബി ജോൺസൺ ഉണ്ട്. ടോബി, എന്താണ് ഈ ഘട്ടത്തിൽ വീണ നായർക്ക് പറയാനുള്ളത്? അവരും ഈ പറഞ്ഞതുപോലെ ലക്ഷ്മിപ്രിയയുടേതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പറയുകയാണ്. പ്രചാരണത്തിലാണോ വീണ? പ്രചാരണത്തിന് വേണ്ടി കോട്ടയത്തേക്ക് എത്തിയതാണ്. പക്ഷേ ഈ ഒരു കാര്യം ഇന്നലെ വൈകിയാണ് അറിഞ്ഞത്. ഇന്ന് അതിനുവേണ്ടി ആ പ്രശ്നം തിരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും അത് പരിഹരിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം ഈ വോട്ടർ പട്ടികയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് ചെയ്ത വ്യക്തിയാണെന്നാണ് പറയുന്നത്. ചങ്ങനാശ്ശേരിയിൽ എത്തി വോട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഈ വോട്ടർ പട്ടികയിൽ പുതുക്കേണ്ട സമയത്ത് അത് അപ്ഡേറ്റായി വരാതിരുന്നതാണോ, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും 100% ആത്മാർത്ഥതയോടുകൂടി മത്സര രംഗത്തേക്ക് വീണ ഇറങ്ങിയതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോട്ടയത്തേക്ക് എത്തുകയും ചെയ്തു. ആ പ്രചരണ ഈ നാമനിർദ്ദേശ പത്രിക നൽകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു അവർ ഇതിനുവേണ്ടി വന്നത്. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിലാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ, ഇപ്പോൾ നമ്മൾ അവരുടെ ഏറ്റുമാനൂരിലുള്ള ഒരു വീട്ടിലുണ്ട്, അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് വരാമെന്നാണ് പറയുന്നത്. അതിലൊരു വിശദീകരണം തരാമെന്നും പറയുന്നു. എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഉദ്യോഗസ്ഥരുമായി, ഈ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭിച്ചില്ല. അത് എങ്ങനെയെങ്കിലും അതിന്റെ ഭാഗമാക്കണം, അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടിക അപ്ഡേറ്റ് വരുമ്പോൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പൊക്കെ നൽകി. പക്ഷേ 23-ാം തീയതിക്ക് മുമ്പ് അതെത്തുമോ എന്നുള്ളൊരു സംശയമാണ്. നമ്മളോടൊപ്പം വീണ ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മളിതെല്ലാം കൊടുത്ത് രാവിലെ നോമിനേഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക. കാരണം ഇന്ന് രാവിലത്തോടു കൂടി എൻ്റെ പേര് എല്ലാം ക്ലിയർ ആയിട്ട് വരും. കാര്യം ഓൾറെഡി ഞാൻ ചങ്ങനാശ്ശേരിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോഴത്തേക്കിന് ഇതെല്ലാം വരും എന്നുള്ള കാൽക്കുലേഷൻ ഇരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത്, എനിക്കിപ്പം ഞാനത് ഓപ്പണായിട്ട് പറയുന്നത് ശരിയല്ല, അവിടുന്ന് പേപ്പർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു പോവാതെ. പിന്നെ ഞങ്ങൾ നേരെ ഇവിടുന്ന് ഡെപ്യൂട്ടി കളക്ടറെ കാണുന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ജില്ലാ കളക്ടർ ചേതൻ സാറിനെ കാണുന്നു. അവരെയൊക്കെ കണ്ട് സംസാരിച്ച് വേണമെങ്കിൽ എനിക്ക് നോമിനേഷൻ കൊടുക്കാം. പക്ഷേ ആ കൊടുക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്കിനുമാണ്, ഓൾമോസ്റ്റ് 2-3 ദിവസം കഴിയുമ്പോഴാണല്ലോ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം വരിക. ആ സമയത്ത് എന്തെങ്കിലും രീതി കൊണ്ട് ലിസ്റ്റിൽ പേരെങ്ങാനും വന്നില്ല എങ്കിൽ അത് പിന്നെ മൊത്തത്തിൽ ബാധിക്കും, ആർക്കും മത്സരിക്കാൻ പറ്റാതാവും. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കിനാണ് ഞാൻ സാബു സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ റിസ്ക് എടുത്ത് ഞാനിപ്പോൾ കൊണ്ട് നോമിനേഷൻ കൊടുത്തിട്ട് ആർക്കും ഇല്ലാതായി പോകുന്നതിന് അർത്ഥമില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി രാവിലെ എല്ലാം റെഡിയാക്കിയ സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരാളെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെയായിരിക്കും ഇനി മുന്നോട്ട് മത്സരിക്കുക. ആത്മാർത്ഥതയോടുകൂടി ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പ്. അത് അതുകൊണ്ടാണല്ലോ ഞാൻ രാവിലെ എല്ലാം എടുത്ത് സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ അപ്പാർട്ട്മെന്റും എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അതായത് മത്സരരംഗത്ത് പിന്മാറുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വീണ നായർ പറഞ്ഞിട്ടുള്ളത്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, പകരം ഒരാളെ വെച്ചിരുന്നു, അവർ തന്നെ ആയിരിക്കും മത്സരിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ടോബി ജോൺസണോടാണ് വീണ നായർ സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.